വെൽക്കം ബാക്ക് ടു കെയർ 42 റൈഡേഴ്സ് കോർണർ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വൈഫ് ഹൗസിലാണ് നിൽക്കുന്നത്. ഇവിടെ എനിക്ക് ധാരാളം കാട് പിടിച്ച പറമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ സംഭവം എന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. പലരും നിങ്ങൾ ന്യൂസിലും കണ്ടിട്ടുണ്ടാവും, സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. തോട്ടപ്പയർന്ന് പറയും. അതായത് ഈ റബ്ബറിൻ്റെയൊക്കെ ഇടന്ന് താഴത്ത് ഉള്ള ഒരു കൃഷിയാണത്. കൃഷിയല്ല, റബ്ബറിന് കൂളിംഗ് ഒക്കെ കിട്ടാൻ വേണ്ടി ചെയ്യുന്നൊരു പരിപാടിയാണ് അത്. അതിൻ്റെ വിത്തിനിപ്പോൾ മാർക്കറ്റിൽ നല്ല ഡിമാൻഡ് ഉണ്ട്. അപ്പോൾ ഞാനും അത് കുറച്ചൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് കാണിച്ചു തരാമെന്ന് വെച്ചു. ഓക്കെ, ഇതാണ് സംഭവം. പലർക്കും കണ്ടറിയാൻ പറ്റും. ഇതാണ് നമ്മുടെ താരം, തോട്ടപ്പയർ എന്ന് പറയും. അതായത് ഇതുപോലെ കാട് പിടിച്ച് കിടക്കുന്ന ഒരു പയർ വർഗത്തിൽപ്പെട്ടൊരു ചെടിയാണ്. ഇതിൻ്റെ ഉണങ്ങിയ ഈ കായല്ലേ, ഇതാണ് ഇതിൻ്റെ പയർ എന്ന് പറയണത്. കുറച്ചുകൂടി ഓക്കെ, ഇതാണ് ഇതിൻ്റെ പയർ എന്ന് പറയണത്. ഈ പയർ നമുക്ക് കളക്ട് ചെയ്തിട്ട് ഉണങ്ങിയത് കടയിൽ കൊണ്ടുപോയി കൊടുത്താൽ ഏകദേശം 1000 രൂപ തൊട്ട് 1500 വരെ മാർക്കറ്റിൽ പ്രൈസ് ഉണ്ടെന്ന് പറയണത്. ഞാൻ തുറന്ന് കാണിച്ചു തരാം. പോന്നില്ലല്ലോ ഇത്. ഓക്കെ 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 ഇതാ ഈ കൈ കണ്ടോ, ഇതാണ് തോട്ടപ്പയർ. അഥവാ കാണാൻ പറ്റുന്നുണ്ടോ? യെസ്, ഇതാണ് തോട്ടപ്പയർ. ഈ സാധനം കളക്ട് ചെയ്ത് കുരുവാക്കിയിട്ട് മാർക്കറ്റിൽ എത്തിച്ചു കഴിഞ്ഞാൽ 1000 രൂപ 1500 രൂപ വെച്ച് കിട്ടുമെന്ന് പറയുന്നത്. അപ്പോൾ ഇതാ ഈ കാണുന്ന മൊത്തം തോട്ടപ്പയറാണ്. അതായത് ഇവിടെ മൊത്തം പൂത്തൊലഞ്ഞിരിക്കുകയാണ്. ഇതാ കണ്ണത്ത ദൂരത്തോളിങ്ങനെ കിടക്കിയതാ, കാണിച്ചു തരാം. കണ്ടോ, ഈ കാണുന്ന മൊത്തം എന്താണ്, തോട്ടപ്പയറാണ്. രക്ഷയില്ല മോനെ. ഞാനപ്പോൾ കുറച്ച് കളക്ട് ചെയ്തിട്ടുണ്ട്. ഞാനത് ഉണക്കിയിട്ട് എന്താണെന്നറിയില്ല, നമുക്ക് ക്യാഷ് ആക്കാൻ പറ്റുമോ അറിയില്ല. ക്യാഷ് ആക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടി അത് കാണിച്ചു തരാം. എത്ര രൂപ കിട്ടി, എത്ര ടൈം ഇൻവെസ്റ്റ് ചെയ്തു, അതിനുള്ള ഡീറ്റെയിൽസൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ഞാനപ്പോൾ എന്തായാലും കാര്യങ്ങളൊക്കെ ഉണക്കി കുറച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനത് കൂടിയും കാണിച്ചു തരാം. ഉണക്കാൻ വെച്ചേക്കണല്ല, ഞാൻ ഓൾറെഡി ഉണങ്ങിയ കുറച്ച് പയർ എടുത്തേക്കണം. കാണിച്ചു തരാം. കാണാൻ പറ്റുമോ എന്നറിയില്ല, അത്യാവശ്യം നല്ല വെയിലുണ്ട്. ഇതാണ് ഞാൻ കുറച്ച് കളക്ട് ചെയ്തേക്കണ പയർ. അത്യാവശ്യം ഉണങ്ങിയ പയർ മാത്രമായിട്ടാണ് ഞാൻ എടുത്തേക്കണത്. അപ്പോൾ കാര്യമായിട്ട് പണിയെടുക്കേണ്ട കാര്യമില്ലല്ലോ. ഇതും ഉണങ്ങിയതാണ്. ഇത് അത്യാവശ്യം നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും. ഇതുണ്ടോ, ഇത് ഓൾറെഡി ഓപ്പണായി. അതായത് വെയിലടിച്ചിട്ട് ഇതാണ്ടോ, ഇതിപ്പോൾ ജസ്റ്റ് തൊട്ടാൽ തുറന്നു പോരും. ഉണ്ടോ പയർ ഉണ്ടോ, ഇതാണ് ഇതിൻ്റെ ഉണ്ടോ. ഇതാണ് നമുക്ക് ചെയ്യേണ്ട പ്രോസസ്സ്. ഇത് ഷോപ്പിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് കിട്ടുമെന്ന് പറയണത്. എന്തായാലും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ പറിച്ച തോട്ടപ്പയർ ഞാൻ കൊണ്ട് സെയിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം രാത്രിയാണ് ഞാൻ സാധനം കൊണ്ട് കൊടുത്തത്. അപ്പോൾ ഞാനിത് പറിക്കുന്ന ടൈമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1200 വരെ റേറ്റ് ഉണ്ടായിരുന്നെന്ന്. അപ്പോൾ ആ ടൈമിൽ എനിക്കൊരു 1000 രൂപയൊക്കെ കിട്ടിയായിരുന്നു. പിന്നെ ഇപ്പോൾ ഞാൻ രണ്ടാമത് കുറച്ച് കൊണ്ട് കൊടുത്തായിരുന്നു. ഇപ്പോൾ അതിൻ്റെ പ്രൈസ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കിലോന് 620 രൂപ. അതിന് 620 രൂപക്കാണ് ഇപ്പോൾ തോട്ടപ്പയർ, വളപ്പയർ, അങ്ങനെയൊക്കെ പറയണ പയർ നമ്മുടെ പറൂരി വാങ്ങുന്നത്. അപ്പോൾ ഞാൻ എല്ലാവരും ഇതും പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഫ്രീ ആയിരിക്കുമ്പോൾ ജസ്റ്റ് ഇതേപോലെയൊക്കെ പറമ്പിലുള്ള സാധനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ പറമ്പിൽ കിടക്കുന്ന ഈ പയർ കുറച്ച് ഇന്നും മെനക്കെട്ട് കഴിഞ്ഞാൽ കുറച്ച് കാശുണ്ടാക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോ ഇട്ട് കാണുന്നവരെ ബൈ ബൈ.